മഴ കാരണം അവധി കിട്ടി നല്ല കൂളായി വീട്ടിലിരുന്ന് പബ്ജി കളിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ദുഃഖകരമായ വാർത്ത വലിയ രീതിയിലുള്ള ഒരു ദുരന്തം തന്നെയാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ആ മേഖലയിലേക്ക് പോയ ആളുകൾ പറയുന്നത്. അങ്ങനെ ഒരുപാട് നേരത്തെ ആലോചനയ്ക്ക് ശേഷം വയനാടിന്റെ ദുരന്ത നിവാരണത്തിനായി എന്നെ കൊണ്ടാവുന്നത് വിധം ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. വീട്ടിൽ ചുമ്മാ പബ്ജി കളിച്ചിരിക്കുന്ന എനിക്ക് ഞാൻ ഈ ഒരു പറയുന്നത് വരെ എൻ്റെ കയ്യിൽ 5 പൈസ ഉണ്ടായിരുന്നില്ല കേട്ടാ. അങ്ങനെ പൈസ ഉണ്ടാക്കി ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണം എന്നൊരു ലക്ഷ്യത്തോടുകൂടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരാവേശത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണെങ്കിലും പൈസ എങ്ങനെ ഉണ്ടാക്കാം എന്ന ചിന്തയിലായിരുന്നു കേട്ടോ പിന്നീട് അങ്ങോട്ട്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് എൻ്റെ വീടിന്റെ അടുത്തുള്ള മിനിയൂട്ടി എന്ന ഈ ഒരു സ്ഥലത്ത് ഞാൻ എത്തിയിട്ട. അപ്പോഴാണ് മഴയെല്ലാം പെയ്ത് ചെളിയെല്ലാം പിടിച്ച് വലിച്ചെറിയപ്പെട്ട ഒരു ബിയറിന്റെ കുപ്പി എന്റെ ശ്രദ്ധയിൽ പെട്ടേട്ടാ. ബിയറിന്റെ കുപ്പി കണ്ടോറഞ്ഞ ഞാൻ അപ്പൊ തന്നെ പറക്കി ബാഗിലിട്ടു. പിന്നീട് തൊട്ടപ്പുറത്ത് നോക്കിയപ്പോ അവിടെയും കുറെ കിടക്കണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കുപ്പി നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാം. ഞാൻ ക്യാമറയും പിടിച്ച് കുപ്പിയും ഇറക്കണത് വഴി പോണ ആൾക്കാര് നോക്കണത് എന്റെ ശ്രദ്ധയിൽ പെട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ആക്രി പറക്കാണെന്ന് വരെ ചിന്തിച്ചു പോയിട്ടാ. കാരണം അത്രയ്ക്കും ദയനീയമായ നോട്ടായിരുന്നു കേട്ടോ അവരുടെ. എങ്കിലും കോൺഫിഡൻസ് കളയാതെ എന്റെ കാര്യം നോക്കി ഞാൻ സ്ഥലം കാലിക്ക്. ഈ ഒരു വലിച്ചെറിയപ്പെട്ട ഈ ഒരു കുപ്പികള് എങ്ങനെ ഒരു വാല്യൂ ഫോർ മണി ആക്കണം എന്ന ചിന്തയിലായിരുന്നു കേട്ടോ പിന്നീട് അങ്ങോട്ട്. അങ്ങനെ കിട്ടിയ കുപ്പികളെല്ലാം ഞാൻ നല്ല ക്ലീൻ ആക്കാൻ തീരുമാനിച്ചു. ഒരുപാട് കുപ്പി വൃത്തിയായി ക്ലീൻ ചെയ്യേണ്ടത് കൊണ്ട് മഴ കാരണം വീടിന്റെ പുറമെ ഉണ്ടായ ഒരു മിനി വാട്ടർഫോളിലായിരുന്നു കേട്ടോ നമ്മുടെ ക്ലീനിങ് പരിപാടികളെല്ലാം നടന്നത്. ഇടയ്ക്കിടെ മഴ ഒരു വില്ലനായി വന്നെങ്കിലും നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. കാരണം അതിനേക്കാളൊക്കെ വലുതാട്ടോ ഞാനിപ്പോ ചെയ്യാൻ പോണ എന്റെ ഈ മഴ കാരണം വീഡിയോ പിടിക്കലും ക്ലീനിങ് എനിക്ക് പറ്റാണ്ടായപ്പോ ഒരു ഹെൽപ്പിനായി ഞാൻ എന്റെ അനിയത്തിയെ വിളിച്ചു. പിന്നീട് എനിക്ക് തോന്നാണ് ഈ ഒരു കുപ്പികളുടെ ഒപ്പം കുറച്ച് മണി പ്ലാന്റ് വെച്ച് സെറ്റാക്കി സെയിൽ ചെയ്താല് ചിലപ്പോ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കുപ്പിയിലെല്ലാം വെള്ളം നിറച്ച് നല്ല മണി പ്ലാന്റ് എല്ലാം നല്ലത് നോക്കി തരം തിരിച്ച് വെച്ച് നല്ല രീതിയിൽ കഴുകി എടുത്തിട്ട് നമ്മൾ കുപ്പിയിൽ സെറ്റ് ആക്കുകയാണ്. അങ്ങനെ നമ്മൾ മണി പ്ലാന്റ് എല്ലാം കുപ്പിയിൽ സെറ്റാക്കി കിട്ടിയ ഫൈനൽ ഔട്ട്ലുക്ക് ആട്ടത്. വെള്ളം ഫ്രീ ആയതുകൊണ്ട് വെള്ളം നിറയ്ക്കണ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. കാരണം വെള്ളം നിറയ്ക്കുമ്പോൾ ഒരു ഫീൽ കിട്ടും. കാരണം വെള്ളം മേലേന്ന് വരുന്ന കുപ്പിയിലേക്ക് വീഴാത്ത നമ്മുടെ കൈക്ക് വീഴുന്നു, കുപ്പിയിലേക്ക് ഫില്ലാവണം. അടിപൊളിയാട്ടോ. ചെയ്യുന്നത് കഷ്ടപ്പാടാണെങ്കിലും എൻജോയ് ചെയ്ത് ചെയ്യുമ്പോഴാട്ടോ അതിന്റെ ഒരു സുഖം മനസ്സിലാവുള്ളൂ. ഇനിയാണ് നമ്മൾ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടാസ്ക്. ഈ ഒരു സാധനം വിറ്റ് സെയിലായെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്യാഷ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പറ്റാവുന്ന പോലെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യട്ടെ. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെയും വരെ വരാന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ചെയ്തിരിക്കട്ടെ. നമ്മുടെ ഏകദേശം ഒരു 0 ബഡ്ജറ്റിൽ ഇത്രയധികം മണി പ്ലാൻ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇത് നമ്മൾ സെയിൽ ചെയ്യാനാണ് പ്ലാൻ. ഏകദേശം ഒരു 10 രൂപ വെച്ചിട്ട് സെയിൽ ചെയ്യാനാണ്. അപ്പോൾ ഇത് സെയിൽ ആവാനൊന്നും അറിയില്ല. നമ്മളെന്തായാലും മാക്സിമം ട്രൈ ചെയ്യും. നമ്മുടെ വയനാട്ടിന് വേണ്ടിയല്ലേ. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ എല്ലാവിധ ഉത്തരവാദിത്തം നമ്മൾ സ്വയം ഏറ്റെടുത്ത് ഈ ഒരു മണി പ്ലാന്റ് ചെടികൾ നമ്മൾ വിൽക്കാറങ്ങാട്ടോ. ആദ്യമേ ഞാൻ പോയത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ വീട്ടിൽ കേട്ടാ. പക്ഷെ ഫസ്റ്റ് ഡീൽ വേണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ഡീൽ എനിക്ക് സെറ്റ് ആക്കാൻ പറ്റിയില്ല. എന്നിട്ടും ഞങ്ങളുടെ പരിശ്രമം ഞാൻ നിർത്തിയില്ല കേട്ടാ. പിന്നെയും അളഞ്ഞു. സാധനം മാക്സിമം വിൽക്കാനായിട്ട് വരെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്നറിയില്ല ഒരുവിധം എല്ലാ ഡീലും നമുക്ക് ഓക്കെ വന്നു. അങ്ങനെ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വന്നു തുടങ്ങി. അപ്പോഴാണ് കുറച്ചുകൂടി കുപ്പിയുള്ളൂ, അതും കൂടി വിൽക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം വരെ നമുക്ക് വന്നു. അങ്ങനെ കിട്ടാവുന്ന എല്ലാ ഡീലും നമ്മൾ മാക്സിമം വിറ്റ് ബാക്കി ഉണ്ടായിരുന്നല്ലേ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛമ്മേനെ കൊണ്ട് വരെ ഇടിപ്പിച്ചു. വഴി കൂടെ പോയ ഒരാളെയും നമ്മൾ വെറുതെ വിട്ടില്ല കേട്ടാ. അതിൽ കുറെ എണ്ണം റിജക്ട് അടിച്ച് പോയെങ്കിലും ചിലതൊക്കെ നമ്മുടെ ഡീല് സെറ്റായി വന്നു. ഈ ഒരു സാധനം വേണ്ടെങ്കിലും എന്നെ വിശ്വസിച്ച് വാങ്ങിയ ഒത്തിരി പേര് ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ. അവരോടൊക്കെ ഞാൻ എൻ്റെ നന്ദി ഞാനിവിടെ പറയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ മണി പ്ലാന്റ് എല്ലാം സെയിലാക്കി നമുക്ക് കിട്ടിയത് ഏകദേശം ഒരു 250 രൂപ കേട്ടാ. അതായത് എന്റെ 2 ദിവസത്തെ കഷ്ടപ്പാട്. പക്ഷെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവ 2 ദിവസം കഷ്ടപ്പെട്ട് ആകെ 250 രൂപയല്ലേ ഉണ്ടാക്കിയുള്ളൂ എന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ഒരു 250 രൂപ ഒരു വലിയൊരു എമൗണ്ട് ആണ്. കാരണം കഴിഞ്ഞ 2 ദിവസം ഞാൻ പബ്ജി കളിച്ച് വീട്ടിലേക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു മെസ്സേജ് ഇതാണ്. വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ലോകത്തില്ല കേട്ടോ. സോ നമ്മൾ എന്തെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ച കോൺട്രിബ്യൂഷൻ കൊടുത്തിരിക്കണം. അതേപോലെയുള്ള ഡിസിഷൻ ടേക്കിംഗ് എടുക്കാനുള്ള മെന്റാലിറ്റി വേണം എന്നാണ് ഇവിടെ നിങ്ങൾക്ക് പറയണേട്ടാ.